Hello dears, welcome back to our channel. Today we are discussing about best how to select a best mutual fund in the industry. നമുക്ക് നല്ലൊരു മ്യൂച്വൽ ഫണ്ട് എങ്ങനെ സെലക്ട് ചെയ്യാം. ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലോ എക്സ്പെൻസ് റേഷ്യോ ഉള്ളത്. എക്സ്പെൻസ് റേഷ്യോ എന്താണെന്ന് നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു ഫണ്ട് മാനേജർക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ ഫണ്ട് മാനേജർ ചെയ്യുന്ന ഡ്യൂട്ടിക്ക് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി ചാർജ് ചെയ്യുന്ന ഫീസാണ് എക്സ്പെൻസ് റേഷ്യോ. അത് ഏറ്റവും കുറഞ്ഞ എക്സ്പെൻസ് റേഷ്യോ ഉള്ള ഫണ്ടുകൾ സെലക്ട് ചെയ്യാനായിട്ട് നമ്മൾ ഡിസിഷൻ എടുക്കുക. രണ്ടാമതായിട്ട് ഹൈ റേറ്റിംഗ്സ് ഉള്ള മ്യൂച്വൽ ഫണ്ട്. ഇപ്പോൾ നമുക്കറിയാം ഹൈലി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകൾക്കൊക്കെ എന്താണ് 5 റേറ്റിംഗ്സ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള നല്ല മ്യൂച്വൽ ഫണ്ടുകൾ സെലക്ട് ചെയ്യാൻ പ്രത്യേകമായി ശ്രദ്ധിക്കുക. മൂന്നാമതായിട്ട് ഹോൾഡിങ്സ്. ഹോൾഡിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മ്യൂച്വൽ ഫണ്ടുകൾക്കും ഹോൾഡിങ്സുകളുണ്ടാവും. ചിലപ്പോൾ അതിനകത്ത് ഹോൾഡിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് സ്റ്റോക്സിൻ്റെ എണ്ണമാണ് ഹോൾഡിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്കുകൾ ഏറ്റവും ബെസ്റ്റ് സ്റ്റോക്കുകളാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതായത് നമ്മുടെ ഇൻഡെക്സിൽ ഇപ്പോൾ നിഫ്റ്റിയിലാണെങ്കിലും സെൻസെക്സിലാണെങ്കിലും പെർഫോം ചെയ്യുന്ന നല്ല സ്റ്റോക്കുകളാണെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഈ സ്റ്റോക്കുകളുടെ പ്രീവിയസ് ട്രാക്ക് റെക്കോർഡ് ഒന്ന് പരിശോധിച്ച് നോക്കുക. അപ്പോൾ നല്ല സ്റ്റോക്കുകളാണ് ഇവരുടെ ഹോൾഡിങ്സ് എങ്കിൽ നമുക്ക് നല്ലൊരു റിട്ടേൺസ് ഭാവിയിൽ ലഭിക്കും. പിന്നെ അതുപോലെ ഫോർത്ത് വൺ പ്രീവിയസ് ട്രാക്ക് റെക്കോർഡ്. ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ മുൻകാല റെക്കോർഡുകളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നല്ല ഇപ്പോൾ കഴിഞ്ഞ വർഷമാണെങ്കിൽ ബന്ധൻ ബാങ്കിൻ്റെ സ്റ്റോക്ക് മ്യൂച്വൽ ഫണ്ടിന് 79% റിട്ടേൺസ് കിട്ടിയത്. അപ്പോൾ ഇങ്ങനെയുള്ള നല്ല റിട്ടേൺസ് തരുന്ന മ്യൂച്വൽ ഫണ്ടാണോ എന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതാണ് പ്രീവിയസ് റെക്കോർഡ്സ്. നമ്മൾ 5 വർഷത്തെയോ 10 വർഷത്തേക്കോ ഒന്ന് പരിശോധിച്ച് നോക്കുക. ലോങ് ടൈമിലേക്കാണ് നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ റിട്ടേൺസ് കിട്ടുകയുള്ളൂ. അപ്പോൾ അത് നമുക്കൊരു കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഒരു മിറക്കിൾ നമുക്ക് മ്യൂച്വൽ ഫണ്ടിനകത്ത് ലഭിക്കുന്നൊരു കാര്യമാണ്. അവസാനമായി നമ്മൾ ചെക്ക് ചെയ്യേണ്ട അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി. മ്യൂച്വൽ ഫണ്ടിൻ്റെ മൂന്നാമത്തെ സ്ട്രക്ചറാണ് AMC അല്ലെങ്കിൽ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി. ഇവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഫണ്ടുകൾ കൃത്യമായിട്ട് മാനേജ് ചെയ്യുക, നല്ല പെർഫോമൻസ് ഉള്ള സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക, നല്ലൊരു പോർട്ട്ഫോളിയോ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നല്ലൊരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതൊക്കെ ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.